ഹലോ മക്കളെ. യെസ്, അപ്പൊ മിസ് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചായിട്ട് കുട്ടികൾ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ എക്സാമിന് ഒരു പാറ്റേൺ മാറി. അതായത് ഒട്ടും എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഭയങ്കര ടഫായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് എക്സാമുകളായിട്ട് ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ എല്ലാവരും പറയുന്ന കാര്യമാണ്. അതായത് ഇനി വരാൻ പോകുന്ന ഈ ബോർഡ് എക്സാമും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നാൽ എങ്ങനെ എഴുതാൻ പറ്റും, നല്ല മാർക്ക് വാങ്ങാൻ പറ്റും, മാർക്ക് വാങ്ങണം, A+ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്ന കുട്ടികളൊക്കെ ഭയങ്കര ടെൻഷനിലാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ മിസ്സേ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എവിടെ നിന്ന് തന്നെയാ? നമ്മൾ പഠിച്ച ചാപ്റ്റർ, നമ്മൾ പഠിച്ച NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത്. അതെ, അതായത് എനിക്ക് തോന്നുന്നു പൊതുവെ മക്കൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു ജനറൽ ആയിട്ടുള്ള പാറ്റേൺ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു, അതിലെ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോകുന്നു, PYQ മാത്രം പഠിച്ചാൽ എനിക്ക് എന്തായാലും 40-ൽ 40, 80-ൽ 80 കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ പോവുക. അതേപോലെ ഗവൺമെന്റിന്റെ പേരിൽ ഒരു നമ്മൾ പറയില്ല, ഒരു ചീത്തപ്പേര് ഉണ്ടായിരുന്നു. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ഈസി ആക്കുകയാണ്, PYQ മാത്രമേ വരുന്നുള്ളൂ. അവർ ആ പേരുദോഷം മാറ്റി. എനിക്ക് തോന്നുന്നു അത് ഈവൻ ഹയർ സെക്കൻഡറിയിൽ മാത്രമല്ല ഹൈസ്കൂളിലേക്ക് പോലും മൊത്തത്തിൽ ഈ ഒരു അഴിച്ചുപണി ശരിക്കും നടന്നിട്ടുണ്ട് തന്നെ പറയാം. അതായത് ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു മാറ്റം വരുന്നു. അപ്പൊ കുട്ടികൾ കുറച്ചും കൂടി എക്സാമിനെ സീരിയസ് ആയിട്ട് കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതെ, അതായത് ഇപ്പൊ 1000 പേര് എക്സാം എഴുതുക, 1000 പേര് ഒരുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പാസ്സാവുന്നത്. അത് പാസ്സായിക്കോട്ടെ, പാസ്സാവാണ്ടാന്നല്ല. പക്ഷെ ഇതിൽ നല്ലോണം പഠിച്ചൊരു കുട്ടി ഉണ്ടാവും, ഒട്ടും പഠിക്കാതെ വന്ന് എക്സാം എഴുതുന്ന കുട്ടി ഉണ്ടാവും. ഈ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ നിൽക്കുകയാണ്, അതായത് തുല്യമായിട്ട് തന്നെ മാർക്ക് വാങ്ങി നിൽക്കുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഇല്ല. അപ്പൊ കോമ്പറ്റേറ്റീവ് വേൾഡിലല്ലേ നിങ്ങൾ എല്ലാവരും ജീവിക്കുന്നത്, ഞങ്ങൾ പോലും കോമ്പറ്റേറ്റീവ് വേൾഡിലാണ് ഇരിക്കുന്നത് അല്ലേ. പ്രൊഫഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കോമ്പറ്റീഷൻ ഉണ്ട്. ഇത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തത്, ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ടൈറ്റ് ആക്കിയത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറിയിട്ടില്ല, പക്ഷേ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ ആണ് മാറിയത്. ആ ചോദിക്കുന്ന രീതിയിലാണ് മാറ്റം വന്നത്. പക്ഷെ അപ്പോഴും ഞാൻ പറയട്ടെ, ഈ ചോദിക്കുന്ന രീതിയിൽ മാറ്റം വന്നു എന്ന് പറഞ്ഞാലും എവിടെ നിന്നും പുറത്തുനിന്നുള്ള ചോദ്യങ്ങളൊന്നും അല്ല മക്കളെ. നമ്മൾ വളരെ കെയർലെസ് ആയിട്ട് ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് NCERTയുടെ പിന്നിലുള്ള കുറച്ച് ചോദ്യങ്ങൾ, കുറച്ച് ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പൊ CBSE-കാരില്ലേ, ആ CBSE-കാർക്ക് എപ്പോഴും NCERTന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളൊരു ബോധം ഉണ്ടാവും. പക്ഷെ സ്റ്റേറ്റുകാർ എന്താണെന്ന് വെച്ചാൽ PYQ മാത്രം ഇങ്ങനെ ശീലമായി വന്നത് കൊണ്ട് അവർ എന്ത് ചെയ്യും, NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ സ്കിപ്പ് ചെയ്ത് കളയും. പക്ഷെ ഇനി അത് പറ്റില്ല. കാരണം ഈ ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുള്ള പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് NCERTയുടെ പിന്നിൽ നിങ്ങൾക്ക് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളിൽ നിന്നുമാണ് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളത്. എന്ന് കരുതി PYQ വരില്ല. അപ്പൊ നിങ്ങൾക്ക് സംശയമാണ്, അപ്പം PYQ ഒന്നും ഉണ്ടാവില്ലേ, കംപ്ലീറ്റ് NCERT എക്സാമ്പിൾ പഠിച്ചാൽ മതിയോ? അങ്ങനെയല്ല, NCERT എക്സാമ്പിൾസ് പഠിക്കണം, കൂടെ നിങ്ങൾ PYQ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. നിങ്ങൾ NCERT പഠിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇതിന്റെ ഒക്കെ ഒരു മൊത്തത്തിലുള്ള പൊരുൾ എന്ന് പറയുന്നത് എന്താണ്, NCERT പഠിക്കുക. ഒരു കാര്യം കൂടി പറയാം, ആർക്കാണ് ഈ എക്സാം ടഫ് ആവാന്ന് അറിയാം. അതായത് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറുമ്പോഴേക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി ഒന്ന് മാറുമ്പോഴേക്ക് ആർക്കാണ് ഇത്രയും ടഫ് ആവുന്നതെന്ന് അറിയോ? ഏത് കുട്ടികളാണോ കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ ബൈ ഹാർട്ട് ചെയ്തത്, ആ കുട്ടികൾക്കാണ് എക്സാം ടഫ് ആവുന്നത്. പക്ഷെ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചൊരു കുട്ടിക്ക് ചോദ്യം ഏത് രീതിയിൽ ചോദിച്ചാലും അതിന് ഉത്തരം. അതായത് ചില ആൾക്കാര് എക്സാം ആവുമ്പോ എന്താ, മാരത്തോൺ വരും, മാരത്തോണിൽ കുറെ ചോദ്യങ്ങൾ ചെയ്യുമല്ലോ, ആ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാൽ ഞാൻ പാസ്സാവും, അങ്ങനത്തെ ഒരു സംഭവത്തോട് ഇരിക്കുന്ന ആൾക്കാർക്ക് തലേന്നിരുന്ന് കഴിഞ്ഞാൽ എല്ലാ ചോദ്യവും കിട്ടും, അതിലെല്ലാ ടോപ്പിക്സും കവർ ആവും. അങ്ങനെ ഒരു കോൺഫിഡൻസോട് കൂടി ഇരിക്കുന്നവർക്ക് എന്താണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ പെടും, നിങ്ങൾ ശരിക്കും പെടും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് NCERT വായിച്ച ശേഷം അതിന് പിന്നിലുള്ള ഓരോ ക്വസ്റ്റ്യൻസിലൂടെയും കടന്നു പോവുക. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും എക്സാമിന് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ അതിന് കുറച്ച് PYQ ഒഴിവാക്കണം. PYQ ഒരിക്കലുമല്ല. നിങ്ങൾ എന്തായാലും ഒരു 60%, ഇപ്പൊ ബയോളജിയുടെ കേസാണ് പറയുന്നത്, 60% അല്ലെങ്കിൽ ചിലപ്പോൾ 65% എന്താണ് PYQ ആയിരിക്കും വരുന്നത്. ഈ PYQ തന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം, നമ്മളൊക്കെ അധികം ഈ കോവിഡിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലും കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുക. അതിന് മുമ്പുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനേക്കാളേറെ എനിക്ക് തോന്നുന്നു 2020 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. PYQ എന്ന് പറയുമ്പോൾ കഴിഞ്ഞൊരു 4 ഞാൻ എന്താ ഓർക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവര് പറയുന്നുണ്ടല്ലോ ക്വസ്റ്റ്യന്റെ പാറ്റേൺ മാറി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ശരിക്കും കോവിഡിന്റെ മുന്നേ വരെ എഴുതിയ കുട്ടികൾ ഇതുപോലെ ടഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കടന്നുപോയ ആൾക്കാരാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നമുക്കറിയാം നല്ല ടൈറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും ഭയങ്കര മാറ്റമായിട്ട് വളരെ ഈസി ആക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ വീണ്ടും മാറ്റം വരുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ട് നമ്മൾ മാറ്റണമെങ്കിൽ കൃത്യമായിട്ട് ചാപ്റ്റർ പഠിക്കുക, കൃത്യമായിട്ട് അതിലുള്ള ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നു പോവുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, ബൈ ഹാർട്ട് പഠിക്കരുത്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 40 to 45% ബയോളജിയിൽ നിന്നും ഉറപ്പായും NCERTയിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, യെസ്. ആരൊരു കാര്യം കൂടി പറയാം, നിങ്ങൾ ഈ പറയുന്ന പോലെ
ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത് ക്ലാസ്സിലെ ഏറ്റവും ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടല്ല, ഒരിക്കലും അല്ല. ആവറേജ് സ്റ്റുഡൻസിനും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ക്രാക്ക് ചെയ്യാനേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ടാണ് ഈ കഴിഞ്ഞ PYQs ഒക്കെ വന്നിരിക്കുന്നത്. ഇപ്പൊ അവരെന്ത് ചെയ്തു, ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒന്ന് നേരെ മൂക്ക് പിടിക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് വളഞ്ഞ് മൂക്ക് പിടിച്ചു, അത്രേ ഉള്ളൂ. സംഭവം നിങ്ങൾക്ക് അറിയുന്ന ആൻസർ തന്നെ. അതിൽ നിന്ന് പുറത്ത് നിന്ന് ഒരു കാര്യം ചോദിച്ചിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിന് പുറത്ത് നിന്ന് നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യത്തെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസും കഴിഞ്ഞ ഒരു എക്സാമിനും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ചോദിക്കുന്ന രീതിയിൽ വന്ന വ്യത്യാസമാണ്. ആ വ്യത്യാസം എന്ന് പറയുന്നത് പലതും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് മത്സരബുദ്ധി വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാരോടാ അല്ലെ? നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചോദ്യം ഞങ്ങൾ എഴുതിയിരിക്കും. ആ മൈൻഡ് സെറ്റോട് കൂടി വേണം നമ്മൾ എങ്ങോട്ട് പോകാൻ, പരീക്ഷ ഹാളിലേക്ക് പോകാനായിട്ട്. യെസ്, അപ്പൊ നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് അതൊരു പ്രൂഫ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ നമ്മുടെ ബോട്ടണിയിലും സുവോളജിയിലും ചോദിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ അതായത് 2024 ഡിസംബർ എക്സാമിന്, ക്രിസ്മസ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊരു കമ്പാരിസൺ നടത്തുകയാണ് കേട്ടോ. യെസ്, അപ്പൊ അതിൽ നമുക്ക് ബോട്ടണിയിലേക്ക് ആദ്യം പോകാം. ബോട്ടണിയിലേക്ക് പോകുന്ന സമയത്ത് ഇതിൽ പെട്ടെന്ന് കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് വേർഡ് പെയർ റിലേഷൻസ് തരാറുണ്ടെങ്കിലും വേർഡ് പെയർ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പൊതുവെ ചോദിക്കാറ്. ഇപ്പൊ ഫ്ലാറ്റ് മെംബ്രെയിൻ, സാക്സിൻ സ്ട്രോമ, തൈലക്കോയിഡ്, ഇൻഫോൾഡിങ്സ് ഇൻ മൈറ്റോകോൺട്രിയ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ്ങിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻഫോൾഡിങ്ങിന് എന്താണ്, ഫ്ലാറ്റ് മെംബ്രെയിന് സാക്ക് ഏതാണ്, ഡിസ്ക് ഷേപ്ഡ് സാക്ക്. നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തു, അവരിത് കളഞ്ഞു തന്നു. അവർ ഒരെണ്ണം ഒഴിവാക്കിയിട്ട് ഈ രണ്ടെണ്ണം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് ഏതാണ് ഇത്, ഏതാണ് ഓരോന്നും എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് അവർ എന്ത് ചെയ്തു, ആ ക്വസ്റ്റ്യൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരെന്താ, റൈറ്റ് ബ്രീഫ് നോട്ട്സ് അബൌട്ട് ആൽഗൽ ബ്ലൂം ആൻഡ് റെഡ് ടൈഡ്. എന്താ ഇത് മാത്രം എടുത്ത് ചോദിച്ചത്, ഈ ആൽഗൽ ബ്ലൂമും റെഡ് ടൈഡും? ഇതാ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചാൽ എവിടെ പോയി, ഫൈൻഡ് ഔട്ട് വാട്ട് ഡു ദ ടേംസ് ആൽഗൽ ബ്ലൂം ആൻഡ് റെഡ് ടൈഡ് സിഗ്നിഫൈ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ എക്സസൈസിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നോക്കിയ ഒരാൾക്ക് ഇത് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് ഈ ക്വസ്റ്റ്യൻ പുറത്തുനിന്ന് വന്നതല്ല, ടെക്സ്റ്റ് വന്നതാണ്. പിന്നെ നിന്ന് ചോദിച്ചാൽ യെസ്. ഇനി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റെസിമോസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റെസിമോസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ്. കണ്ടോ, അതേപോലെ എടുത്ത് ചോദിച്ചിരിക്കുക. അവിടെ നിങ്ങൾക്ക് ഉപകാരം ചെയ്തു. അപ്പൊ കർപ്പസും ചോദിച്ചില്ല. അപ്പൊ അത്രയും കൃത്യമായിട്ട് അതുപോലെ എടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും കഴിഞ്ഞ PYQലൊന്നും കണ്ടിട്ടില്ലല്ലോ, ഇത്രേ ഉള്ളൂ, ഇത് PYQക്കൊന്നും പോകണ്ട, നിങ്ങൾ തൊട്ടടുത്തിരുന്ന ടെക്സ്റ്റിൽ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇനി ഡ്യൂറിംഗ് ഇന്റർഫേസ് സെൽസ് പ്രിപ്പയർ ഫോർ സെൽ ഡിവിഷൻ, റൈറ്റ് 3 phases ഓഫ് ഇന്റർഫേസ്, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഇൻവോൾവ് ഇൻ ഈച്ച് ഫേസ്. ഇന്റർഫേസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സസൈസിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം, ഡിസ്ക്രൈബ് ദ ഇവന്റ്സ് ടേക്കിംഗ് പ്ലേസ് ഡ്യൂറിംഗ് ഇന്റർഫേസ്. അപ്പൊ ഇത് തന്നെ എന്ത് ചെയ്തിട്ടുള്ളൂ, അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട, പുറത്തു നിന്നുള്ള ചോദ്യങ്ങളൊന്നും അല്ല ചോദിച്ചിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്ക് അല്ലേ അത്രേ ഉള്ളൂ. ഇപ്പൊ ട്രെൻഡിങ് സമാധി അല്ലടാ, അത്രേ ഉള്ളൂ. ഡിസ്ക്രൈബ് ദ ഫോളോയിങ് പ്രോസസ്, സിനാപ്സിസ് ആൻഡ് ഖയാസ്മാറ്റ. എവിടെ ഡിസ്ക്രൈബ് ദ ഫോളോയിങ് സിനാപ്സിസ് ആൻഡ് ഖയാസ്മാറ്റ? വീണ്ടും നിങ്ങൾക്ക് ഒരെണ്ണം തന്നില്ല. യെസ്, എനിക്ക് അതാണ് കൂടുതൽ സങ്കടം. നെക്സ്റ്റ് ടൈം ചോദിക്കാം. ഇപ്പൊ മനസ്സിലാക്കിക്കോ, ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ നോക്കൂ എത്ര ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഒരു 5 എണ്ണം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. യെസ്, ബോട്ടണി എന്നുള്ളൊരു 5 എണ്ണം നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടു. ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതൊക്കെ എന്താണ് ഈ പറയുന്ന പോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ലൈസോസോം ഇതൊക്കെ PYQൽ ചോദിക്കുന്നതാണ് കേട്ടോ. എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ വരുന്നത് ആരൊക്കെയാണ്, അങ്ങനെയുള്ള കോമൺ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി ചോദിക്കാറുണ്ട്. അത് ചോദിക്കാറുണ്ട്. പക്ഷെ പറയുന്നത് അത് കൂടാതെ നിങ്ങൾ കാണുന്ന ചില ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് പുതിയതാണ്, പുറത്തു നിന്നാണെന്ന് തോന്നുന്ന ചില പുതിയ ക്വസ്റ്റ്യൻസ് പുറത്തു നിന്നല്ല, എവിടെ നിന്നാണ് നിങ്ങൾ ടെക്സ്റ്റിന്റെ അകത്ത് തന്നെയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇപ്പൊ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് പോലെയല്ല ബയോളജി എന്നിരുന്നാലും സിമ്പിൾ ആണല്ലേ. പോലും എനിക്ക് തോന്നുന്നു കുറച്ച് സിമ്പിൾ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. യെസ്, ഡയറക്റ്റ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ പിന്നിലുണ്ട്, അത് തന്നെ ഒന്ന് സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി സുവോളജിയിലേക്ക്. ഇപ്പൊ സുവോളജിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം സ്ഥിരമായിട്ട് PYQ ആയിട്ടും ചോദിക്കാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലും ഈ ഒരു കർവ് കൊടുത്തിട്ടുണ്ട്, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് അല്ലേ. നിങ്ങൾ നോക്കിക്കേ ടെക്സ്റ്റ് ബുക്ക്. യെസ്, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കിക്കേ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഡിഫൈൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്, കണ്ടില്ലേ? ഇനി 3 റീസൺ, അതായത് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് തന്നിട്ടുണ്ട് അല്ലെ, തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞു എന്ത് ഗ്രാഫാ, അതേപോലെ തന്നെ അതിന്റെ കുറച്ച് ഫാക്ടേഴ്സും, അതായത് ഒരേ ക്വസ്റ്റ്യൻ ആണ്, ഒരേ കോൺസെപ്റ്റ് ആണ്, അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിച്ചു മാത്രം. വേറൊരു ചോദ്യം നമുക്ക് നോക്കാം. ഇത് ECG ആണല്ലേ,
അപ്പൊ അധികം നിങ്ങൾക്ക് അറിയാം സുവോളജി ആണെങ്കിലും ബോട്ടണി ആണെങ്കിലും ഡയഗ്രമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പം ഡയഗ്രാം തന്നിട്ടൊരു ചോദ്യം വരണമെന്നില്ല. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയഗ്രാം തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഇപ്പൊ ഇസിജിന്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇസിജിന്റെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഡ്രോ എ സ്റ്റാൻഡേർഡ് ഇസിജി ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് സെഗ്മെന്റ്സ് ഇൻ ഇറ്റ്. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വരയ്ക്കുക, എല്ലാം എഴുതുക. ഇവിടെ എന്താ ഒന്നുമില്ല, എക്സ്പാൻഡ് ചെയ്യാനാ. അതാണ് സത്യം പറയാൻ എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കണ NCERT പിന്നിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് ഇളവ് തരികയാണ്. അതിൽ തന്നെ കുറെ സാധനങ്ങൾ കട്ട് ചെയ്തിട്ടാ തരുന്നത്. പിന്നെ QRS കോംപ്ലക്സ് എന്താണ് എടുത്തു ചോദിച്ചതല്ലേ, ഒന്നും വേണ്ട, അത്രയും സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചത്. യെസ്, ഇപ്പൊ സ്റ്റെതസ്കോപ്പ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതില് 2 ഹാർട്ട് സൗണ്ട്സ് ഏതാണ്, ഇതിന്റെ കോസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഹാർട്ട് സൗണ്ട്സ്. ഇവിടെ വളരെ ചുരുക്കം എക്സ്പ്ലെയിൻ ഹാർട്ട് സൗണ്ട്സ്. അവിടെ നിങ്ങളോട് സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊന്നും അതിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ളൊരു ചോദ്യം. എന്താണ് കോസ് എന്നും ചോദിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, വാട്ട് ആർ ദ ഫേസസ് ഓഫ് കാർഡിയാക് സൈക്കിൾ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഈ കാർഡിയാക് സൈക്കിൾ നമ്മൾ NCERT കൊടുത്തിട്ടുണ്ട്. ഡിഫൈൻ എ കാർഡിയാക് സൈക്കിൾ ആൻഡ് ദ കാർഡിയാക് ഔട്ട്പുട്ട്. കണ്ടോ? അപ്പൊ എന്താ ഇവിടെ പുറത്തുനിന്ന് വന്നത്? എന്താ ഈ പാറ്റേൺ മാറ്റം? സത്യത്തിലൊന്നും മാറിയിട്ടില്ല. അതെ, സത്യത്തിൽ ഇവിടെ എന്താണ്, ഇവിടെ ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കേടാ. ഇത് ആക്ച്വലി ഒരു സ്ഥിരമായിട്ട് ചോദിക്കുന്ന PYQ ആ. ഓക്കെ, ഇതൊരു PYQ ആണ്. എപ്പോഴും നമ്മൾ ഇപ്പം എന്താ ആനിമൽ കിങ്ഡത്തിൽ കുറെ ഫൈല പഠിക്കാനുണ്ട്. ഓരോന്നിനും ഒരു യുണീക് ഫീച്ചർ ഉണ്ടാവും. അത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ഒരു ചോദ്യം കണ്ടോ, all vertebrates are chordates but all chordates are not vertebrates. Do you agree? Why? ഇത് ശരിക്കും പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് കുറെ കാലം നമ്മൾ ഇമ്പോർട്ടന്റ് എന്ന് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ശരിക്കും ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് എവിടെന്നാന്ന് അറിയോ? NCERT. Okay, ഇത് അവര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ചോദ്യമൊന്നുമല്ല. All vertebrates are chordates but all chordates are not vertebrates. Justify the statement. Yes. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്ന മക്കളെ, പാറ്റേണിലൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. നിങ്ങൾ ഈ പാറ്റേൺ മാറി, അയ്യോ മിസ്സേ പാറ്റേൺ മാറി, അയ്യോ എന്ന് പറഞ്ഞ് നെഞ്ചടിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. പാറ്റേണിലൊന്നും മാറ്റം വന്നിട്ടില്ല. നമ്മൾ പഠിക്കുന്ന രീതിയിലാണ് മാറ്റം വരുത്തേണ്ടത്. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. പാറ്റേണിലല്ല മാറ്റം. നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്ന രീതി, നമ്മൾ ഏതിലൂടെയൊക്കെ കടന്നു പോകുന്നു, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നു, എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മളിൽ വരുത്തേണ്ട ഒരു മാറ്റമാണ് സത്യത്തിൽ വേണ്ടത് അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ദിവസമേ മുന്നിലുള്ളൂ. അപ്പൊ ഈ ദിവസങ്ങൾക്ക് അനുസരിച്ച് ഒരു ടൈം ടേബിൾ സെറ്റ് ആക്കുക. എന്നിട്ട് ഓരോ ചാപ്റ്ററും പഠിക്കുക. പഠിക്കുമ്പം ഇപ്പൊ നിങ്ങളെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടാവും, നോട്ട്സ് ഉണ്ടാവും. നോട്ട്സ് വെച്ചിട്ടായിരിക്കും ചില കുട്ടികൾ പഠിക്കുക, ചിലർ ഡയറക്റ്റ് NCERT ആയിരിക്കും. ഈ നോട്ട്സ് വെച്ച് പഠിക്കുന്നവർ പോലും നോട്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ NCERT പോയിട്ട് ഓരോ കാര്യങ്ങളും വായിച്ച് ഹൈലൈറ്റ് ചെയ്ത് അതൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് ചെയ്ത് എന്നിട്ട് കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയി എന്ന് ഉറപ്പ് വരുത്തണം. അതായത് ബൈ ഹാർട്ട് അല്ല, കോൺസെപ്റ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യാം, NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, PYQ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എല്ലാം കവർ ചെയ്തു. അപ്പൊ ഇനി NCERT ചോദിച്ചു എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് പറയാൻ പോണ്ട, PYQ ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കംപ്ലൈന്റ് പറയാൻ പോണ്ട. ഒരു കംപ്ലൈന്റിന്റെ ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് എക്സാം എഴുതാം. അപ്പൊ ഒരു ടെൻഷനും വേണേ. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം മിസ്, ഇനിയിപ്പോ എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇതൊക്കെ ചെയ്യാന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. ഏകനുണ്ട് നിങ്ങളുടെ കൂടെ. നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. നമ്മൾ NCERT ക്വസ്റ്റ്യൻസ് ചെയ്യും, എല്ലാ ടോപ്പിക്സും ഡിസ്കസ് ചെയ്യും, PYQs ഡിസ്കസ് ചെയ്യും, എല്ലാത്തിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇവിടെ ലൈവും കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ട് വരിക, അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഇരുന്നതെല്ലാം ഈ ഒരു കാര്യം പറയാം. ഇപ്പൊ ലൈവ് മാത്രം നിങ്ങൾ ആശ്രയിക്കണം എന്നല്ല ഞങ്ങൾ പറഞ്ഞതിന്റെ ഒരു അർത്ഥം. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. അതിന്റെ ഭാഗമാകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ നിങ്ങളും നമ്മളും കൂടി ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയണം മിസ് ഇത് NCERT പിന്നിലുള്ള ക്വസ്റ്റ്യൻ ആണ്, കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം അല്ലേ. അവിടെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പറയാം, +1 ഉഴപ്പാന്ന് ഒരാളും വിചാരിക്കേണ്ട. കാരണം +2ന്റെ കൂടെ +1 കൂടി എഴുതുന്നത് അത് അതിമോഹമായി പോകും. അത് മാറ്റി വെക്കുക. എല്ലാം കൂടി +2 പിന്നെ എന്താ പറയാ, നമ്മൾ പറയില്ലേ കലക്കുവെള്ളം പോലെ ആയിപ്പോവും. അതിന്റെ ആവശ്യമില്ല. ഇപ്പോഴേ +1 പഠിച്ച് നല്ല മാർക്ക്, അതില്ലേ ഫുൾ മാർക്ക് ഫുൾ മാർക്ക് വാങ്ങി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഫ്രഷ് ആയിട്ട് +2 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പാറ്റേൺ ഇതൊന്നും ആലോചിച്ച് നിങ്ങൾ വറീഡ് ആവരുത്. പക്ഷെ പഠിക്കാം, നമ്മൾ കൃത്യമായിട്ട് എല്ലാ ഭാഗവും പഠിക്കണം എന്നുള്ള ഒരു എന്താ പറയാ, അതിനുള്ളൊരു ഒരു സൈനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യാം. ടെൻഷൻ ഒന്നും അടിക്കണം, നമുക്ക് പഠിച്ചെടുക്കാം, സമയമുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു വീഡിയോ ആണ്. കുറെ കാലമായിട്ട് എന്താണ് ഈ പാറ്റേൺ മാറ്റം എന്ന് അറിയാതിരിക്കുന്ന കുറെ പേരാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പൊ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ടെൻഷൻ അടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ സമാധാനമാവട്ടെ, അവർക്കൊക്കെ അയച്ചു കൊടുക്കുക.
പിന്നെ എന്താ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തെ? നമ്മളിങ്ങനെ നോക്കുമ്പോ കുറെ വീഡിയോസ് ഉണ്ട്, അതാ വ്യൂസ് ഇങ്ങനെ കേക്ക് അടിച്ചു പോകുന്നു. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോണതാ അല്ലെ? പറയുന്ന ഗ്യാപ്പിൽ തന്നെ വേഗം താഴെ ഒരു സാധനം അവിടെ പോവാ ഞെക്ക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ചെയ്തില്ലേ? ഇത് ലൈക്കല്ലേ? ചെയ്തില്ലേ? ഇത് ലൈക്ക് ജനറേഷൻ അതന്നെ. യെസ്. അപ്പൊ എന്താണ്, ലൈക്ക് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു, ഷെയർ ചെയ്യുകയും ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം.